ഒരിക്കൽ ഒരു ധനികനായ രാജാവ് തന്റെ മകളെ വിവാഹം കഴിക്കാൻ യോഗ്യനായ ഒരാളെ തിരയുകയായിരുന്നു. അതിനായി അദ്ദേഹം ഒരു പ്രതിസന്ധി നൽകാൻ തീരുമാനിച്ചു. ഏതു പുരുഷനാണ് ശരിയായ മനോഭാവമുള്ളതെന്നും ബുദ്ധിമുട്ടുകൾ കണ്ടാൽ ഉടൻ കൈവിടുകയില്ലെന്നും പരിശോധിക്കാൻ. ഈ പ്രതിസന്ധി പൂർത്തിയാക്കാൻ ഓരോ ആളും രാജകീയ ലോക കവചം ധരിച്ച് 500 പടികൾ കയറി പർവ്വതത്തിന്റെ മുകളിലുള്ള രാജാവിന്റെ കോട്ടയിലെത്തണം. ലോകമെമ്പാടുമുള്ള പല പുരുഷന്മാരും ഈ പ്രതിസന്ധി ഏറ്റെടുക്കാൻ വന്നു. പക്ഷേ കവചം ധരിച്ചപ്പോൾ തന്നെ ഇത് അസാധ്യമായ ഒരു ജോലിയാണെന്ന് അവർക്ക് മനസ്സിലായി. മിക്കവരും 1-ാം പടി കയറിയതിനു ശേഷം മുകളിൽ കാണുന്ന 499 പടികൾ നോക്കി ഉടൻ കൈവിട്ടു. ചിലർ 2-ാം പടി വരെ കയറി, പിന്നീട് ഉടൻ കൈവിടുകയും ചെയ്തു. ഇങ്ങനെ 100 കണക്കിന് പുരുഷന്മാർ വന്ന് പരീക്ഷിച്ചു. ചിലർ 3-ാം പടി വരെ പോയി. രാജാവ് ആശങ്കാകുലനായി. തൻ്റെ മകൾക്ക് യോഗ്യനായ ഒരാൾ ഉണ്ടാകുമോ എന്ന് സംശയിച്ചു. പരീക്ഷണത്തിൽ പരാജയപ്പെട്ട എല്ലാവരും പിന്നീട് അവിടെ തന്നെ തങ്ങി. ആർക്കെങ്കിലും ഈ പ്രതിസന്ധി പൂർത്തിയാക്കാനാകുമോ എന്ന് നോക്കി. ആരും ഇത് സാധ്യമാക്കുമെന്ന് വിശ്വസിച്ചില്ല. എല്ലാവരും പരാജയപ്പെട്ടിരുന്നു. ഈ പ്രതിസന്ധി പൂർത്തിയാക്കാൻ കഴിയാത്ത വിധത്തിൽ സജ്ജീകരിച്ചിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. ഏറ്റവും ശക്തനായ സൈനികൻ പരീക്ഷിച്ചു, പരാജയപ്പെട്ടു. മികച്ച കായിക താരം പരീക്ഷിച്ചു, പരാജയപ്പെട്ടു. ഏറ്റവും കഠിനാധ്വാനികൾ പരീക്ഷിച്ചു. 3-ാം പടിക്കപ്പുറം പോകാൻ കഴിഞ്ഞില്ല. ആർക്കും തന്നെ കൂടുതൽ പോകാൻ കഴിഞ്ഞില്ല. എല്ലാവരും കവചത്തെയും പടികളെയും പഴിച്ചു. കവചം ഭാരം കുറഞ്ഞതായിരുന്നെങ്കിൽ, പടികൾ കുത്തിനെയുള്ളതല്ലാതായിരുന്നെങ്കിൽ എന്നൊക്കെ അവർ പറഞ്ഞു. പിന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകതയില്ലാത്ത ഒരു യുവാവ് താൻ ഈ പ്രതിസന്ധി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. മുമ്പ് വന്നവരെ പോലെ അദ്ദേഹത്തിനും അവസരം ലഭിച്ചു. അദ്ദേഹം ഭാരമേറിയ കവചം ധരിച്ച് പടികളിലേക്ക് നടന്നു. എല്ലാവരും അലറി. അദ്ദേഹത്തിന് 1-ാം പടി കടക്കാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞു. പക്ഷേ അദ്ദേഹം 2-ാം പടി വരെ എളുപ്പത്തിൽ കയറി. 4-ാം പടി വരെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് കാലുയർത്താൻ പോലും കഴിയാതെയായി. പക്ഷേ ആഴ്ന്ന് ഒരു ശ്വാസമെടുത്ത് അദ്ദേഹം പടി കയറി. ഇപ്പോൾ താൻ വീഴാൻ പോവുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം തന്നോട് തന്നെ ആവർത്തിച്ചു പറഞ്ഞു, ഒരു പടി മാത്രം, ഈ ഒരു പടി മാത്രം കയറിയാൽ മതി. 5-ാം പടി കയറിയപ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു വലിച്ചിൽ അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന്റെ കവചം അല്പം ഭാരം കുറഞ്ഞതായി തോന്നി. അതിനാൽ അദ്ദേഹം ഒരു പടി കൂടി കയറാൻ തീരുമാനിച്ചു. താൻ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ലെന്ന് തന്നോട് തന്നെ പറഞ്ഞു. അടുത്ത പടിയിൽ കവചം കൂടുതൽ ഭാരം കുറഞ്ഞതായി തോന്നി. അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. പക്ഷെ ഒരു പടി കൂടി കയറാമെന്ന് തോന്നി. ഇങ്ങനെ ആ പ്രത്യേകതയില്ലാത്ത യുവാവ് ഓരോ പടിയിലൂടെയും കവചം ഭാരം കുറഞ്ഞതായും ലക്ഷ്യം അടുത്തതായും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ടു പോയി. ഈ പ്രതിസന്ധി പൂർത്തിയാക്കിയ യുവാവിനെ രാജാവ് ആദ്യം അഭിനന്ദിച്ചു. പിന്നീട് പ്രതിസന്ധിയെക്കുറിച്ച് ഒരു രഹസ്യം പറഞ്ഞു. ഈ പ്രതിസന്ധിയുടെ ഉദ്ദേശം തൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷൻ ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കണ്ടാൽ ഉടൻ കൈവിടുന്ന ആളായിരിക്കരുതെന്ന് ഉറപ്പാക്കുക എന്നതാണ്. കവചം ബുദ്ധിമുട്ടുകളെ പ്രതിനിധീകരിക്കുന്നു. മുകളിലുള്ള കാന്തമാണ് ഓരോ പടിയും എളുപ്പമാക്കിയത്. അത് നിങ്ങളുടെ മാനസിക ശക്തിയെയും അനുഭവജ്ഞാനത്തെയും പ്രതിനിധീകരിക്കുന്നു. ഭാവിയിൽ നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ ശരിയായ വ്യക്തിയോടെ കൂടി എളുപ്പത്തിൽ നേരിടാനാകും. ശരിയായ മനോഭാവവും ആത്മവിശ്വാസവും ഉള്ളപ്പോൾ പ്രശ്നത്തിന്റെ ഭാരം എത്രയായാലും നിങ്ങൾക്ക് എന്തും സാധിക്കും. ഭാവിയിൽ നിങ്ങൾ 2 പേരും നേരിടുന്ന എന്തു പ്രശ്നവും ഏത് സാഹചര്യത്തിലും ആദ്യത്തെ കുറച്ച് പടികൾ പോലെയാണ്. പിന്നീട് അത് എളുപ്പമാകും. നിങ്ങൾ നിങ്ങളെ തെളിയിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എൻ്റെ മകളെ വിവാഹം കഴിക്കാം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. അത് ഭാരമേറിയ കവചം ധരിച്ച് 500 പടികൾ കയറുന്നത് പോലെയാണ്. തുടക്കം എല്ലായ്പ്പോഴും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ കൈവിടാതെ ഓരോ പടിയും എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ എളുപ്പമാകാൻ തുടങ്ങുന്നു. ഇത് നമ്മുടെ ആത്മശക്തിയെയും അനുഭവജ്ഞാനത്തെയും നിർമ്മിക്കുന്നത് പോലെയാണ്. അതിനാൽ നാം ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ആദ്യത്തെ കുറച്ച് പടികൾ കടന്നാൽ യാത്ര എളുപ്പമാകുമെന്ന് ഓർമ്മിക്കണം. അങ്ങനെ നമുക്ക് അതിശയകരമായ കാര്യങ്ങൾ നേടിടാനാകും. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിശ്ചയദാർഢ്യവും ശരിയായ മനോഭാവവും ഉള്ളപ്പോൾ നമുക്ക് ഏത് തടസ്സവും കീഴടക്കാനും നമ്മുടെ ലക്ഷ്യങ്ങളിലെത്തുവാനും കഴിയും എന്നാണ്. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മൂല്യം ലഭിക്കുമെന്നും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുമെന്നും എല്ലായ്പ്പോഴും മുന്നോട്ട് നീങ്ങുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു.